പേര് ഗോകുൽ എന്നാണ്. എൻ്റെ സ്ഥലം തലശ്ശേരിക്കടുത്ത് മുഴപ്പിലങ്ങാടാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വന്ന് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് ഇന്ന് കമ്പനിയുടെ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം 2016 ഞാൻ ബിസിനസ്സിലേക്ക് കടന്നു വന്നു. അന്ന് ഞാൻ ഡിപ്ലോമ പഠനമൊക്കെ പൂർത്തീകരിച്ച് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആശങ്കയോട് കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നത്. നമ്മുടെ ലൈഫിൽ ഇന്നലെ വരെ കിട്ടാത്ത കാര്യങ്ങളാണ് നമുക്ക് കിട്ടാനിരിക്കുന്നത്. നാളെ ഇതുവരെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ കിട്ടാത്ത കാര്യങ്ങൾ കിട്ടൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു മോർണിംഗ് മീറ്റിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ എല്ലാവരും വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. മാർച്ച് മാസത്തിൽ ഏപ്രിൽ ഫസ്റ്റ് പെരുന്നാൾ കഴിഞ്ഞു, വിഷു കഴിഞ്ഞു. വിഷുവും പെരുന്നാളും ഒക്കെ സാമ്പത്തികപരമായിട്ട് നമ്മൾ ചിലപ്പോൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല കടന്നു പോയിട്ടുണ്ടാവുക. പക്ഷെ MI ലൈഫ് സ്റ്റൈലിൽ വന്ന് തീരുമാനമെടുത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വരും വർഷങ്ങളിൽ നമ്മുടെ കുടുംബത്തിലെ ഏത് ആഘോഷങ്ങളായിക്കോട്ടെ, നമ്മൾ അത്രയധികം ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ പോലെ ആഘോഷിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് പറ്റും. പക്ഷെ ബേസിക്കലി എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്. ആ തീരുമാനം സ്ട്രോങ് ആയിരിക്കണം. ഇന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇന്ന് മുതൽ ഇറങ്ങി തിരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് പറ്റണം. ഇവിടുന്ന് കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു. ആ വാങ്ങിയ പ്രൊഡക്റ്റുകൾ നല്ല പ്രൊഡക്റ്റുകൾ ആയതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റി. പക്ഷെ ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരും വാങ്ങി ഉപയോഗിക്കുന്ന നിർബന്ധമില്ല. നമുക്ക് കാരണം നാളിതുവരെ നമ്മൾ ഇങ്ങനെ വിറ്റ് ശീലമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ പ്രൊഡക്റ്റ് അത്യാവശ്യം നമ്മൾക്ക് അറിയുന്ന ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പം കുറച്ച് ആളുകൾ വാങ്ങി, കൂടുതൽ ആളുകൾ ഉപദേശിച്ചു വിട്ടു. കച്ചവടമൊന്നും നിനക്ക് നടക്കൂല, നീ വല്ല ജോലിക്കും നോക്കിക്കൂടെ, എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത്, നിങ്ങൾ സ്ഥിര വരുമാനം നോക്കിക്കൂടെ എന്നൊക്കെ. ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈഫിൽ സ്ഥിര വരുമാനത്തിൽ ഉറച്ചു നിന്നവർക്കാർക്കും ഉയർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കിയത്. സ്ഥിരതയുണ്ടോ അവിടെ ഉയർച്ചയില്ല, അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ സ്ഥിരതയുള്ളിടത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ സ്വപ്നങ്ങൾ നേടാനും നമുക്ക് ഉയരത്തിൽ പറക്കാനും നമുക്ക് വളർച്ച നേടാനും പറ്റൂല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ എടുത്ത തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ വീട്ടിൽ നിന്നാണെങ്കിലും നാട്ടിൽ നിന്നാണെങ്കിലും കുടുംബത്തിൽ നിന്നാണെങ്കിലും സുഹൃത്ത് ബന്ധങ്ങളിലാണെങ്കിലും മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, അവരല്ലല്ലോ നമുക്ക് സ്വപ്നങ്ങൾ നേടിയെടുക്കുക. ജീവിതത്തിലെ സ്വപ്നങ്ങൾ നേടിയെടുത്ത വ്യക്തികൾ, അവരവന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുത്ത വ്യക്തികൾ, അവര് ഉറച്ച തീരുമാനം എടുത്തവരാണ്. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിച്ചവരാണ്. മറ്റുള്ളവരുടെ നല്ല സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നിന്നവരല്ല ഒരിക്കലും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയത്. സ്വന്തം തീരുമാനങ്ങൾക്കനുസരിച്ച് നേരായ വഴിക്ക് നടന്ന വ്യക്തികളാണ് എന്തെങ്കിലുമൊക്കെ ആയത്. അങ്ങനെ അന്ന് തീരുമാനം എടുത്ത് പ്രവർത്തിച്ചു. ഇതുവരെ ചെയ്യാൻ പറഞ്ഞല്ലോ, ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇതുവരെ കിട്ടാത്ത കാര്യങ്ങൾ കിട്ടുള്ളൂ. അപ്പൊ അന്ന് വരെ ഒരു സാധനം കൈകൊണ്ട് വിറ്റ് ശീലമില്ല. ഇത് നടന്നു വെക്കണമെന്നോ ഇങ്ങനെയൊന്നും ഒരു നിർബന്ധമില്ല. നമുക്ക് അറിയുന്ന വ്യക്തികളിലേക്ക് ഈ പ്രൊഡക്റ്റുകൾ കോൺഫിഡന്റ് ആയിട്ട് എത്തിച്ചാൽ മാത്രം മതി. അന്ന് മുതൽ നമുക്ക് അറിയുന്ന വ്യക്തികൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് അവരിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഉൽപ്പന്നങ്ങൾ എത്തിച്ചപ്പോൾ കുറെ അധികം ആളുകൾ വാങ്ങി, കുറെ അധികം ആളുകൾ വാങ്ങിയില്ല. ഉപദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഉപദേശം നമ്മൾ കേൾക്കും, അത് വേണ്ടത് മാത്രമേ ഉള്ളിലേക്ക് എടുക്കൂ, വേണ്ടാത്തത് ഉള്ളിലേക്ക് എടുക്കൂല. അങ്ങനെ അന്ന് പ്രവർത്തിച്ചു. അത്യാവശ്യം കുറച്ച് ആദ്യം പ്രൊഡക്റ്റിന്റെ ഗുണം മനസ്സിലാക്കിയപ്പോൾ ലൈഫ് ടൈം ഡിസ്കൗണ്ടിൽ കിട്ടുന്നുള്ള കാര്യം ഒന്നാമത്തെ ലാഭം. രണ്ടാമത്തത് ഈ പ്രൊഡക്റ്റുകൾ വിറ്റ് കഴിഞ്ഞപ്പോൾ റെക്കമെൻഡ് ചെയ്ത സമയത്ത് നമുക്ക് എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടി. അപ്പോഴാലോചിച്ചത്, കടയിട്ട് ആളുകൾ കച്ചവടം ചെയ്യുന്നു, നമ്മളിവിടെ ലക്ഷങ്ങൾ മുടക്കണ്ട, അത്യാവശ്യം വേണ്ട ഉൽപ്പന്നങ്ങൾ എടുത്തു, വീണ്ടും നമുക്ക് വേണ്ടതുപോലെ പർച്ചേസ് ചെയ്താൽ മതി. അങ്ങനെ പർച്ചേസ് ചെയ്തപ്പോൾ അവിടുന്ന് ലാഭം കിട്ടി. ആ ലാഭം കിട്ടിയപ്പോൾ കോൺഫിഡൻസ് ആയി. കാരണം അത്യാവശ്യം ബൈക്കിൽ പെട്രോൾ അടിക്കാനും വീട്ടിലെ ചെലവ് നടത്താനും ഈ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷനിലൂടെ പറ്റി. അതിനുശേഷമാണ് മീറ്റിങ്ങിലൊക്കെ നമ്മൾ കേൾക്കും, ടീം ഡെവലപ്മെന്റ് ചെയ്താൽ, ഫ്രാഞ്ചൈസികൾ വർദ്ധിപ്പിച്ചാൽ. സത്യമാണ്. കാരണം നമ്മളൊരു കട തുടങ്ങി, ആ കടയിൽ നമ്മൾ ആജീവനാന്തം ഇരുന്ന് കച്ചവടം ചെയ്യുമ്പോൾ അവിടുന്ന് കിട്ടുന്ന വരുമാനത്തിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതിനപ്പുറത്തേക്ക് അതൊരു ബ്രാൻഡാക്കി മാറ്റി അതിനെ ഫ്രാഞ്ചൈസികളായി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഓരോ ഫ്രാഞ്ചൈസിയിൽ നിന്നും കിട്ടുന്ന ലാഭം
അത് നമ്മുടെ ലാഭത്തിന് അഡീഷൻ ആണ്. കൂട്ടിയിട്ടാണ് വരുന്നത്. 10 ഫ്രാഞ്ചൈസി ഉണ്ടെങ്കിൽ ആ 10 ഫ്രാഞ്ചൈസിയിൽ കിട്ടുന്ന ലാഭം അത് അത്രയും വലുതാണ്. ഉദാഹരണത്തിന് നമ്മളിന്ന് നാട്ടിൽ നിന്ന് ഒരു കച്ചവടം തുടങ്ങി ഒരു വർഷം കൊണ്ട് നല്ല രീതിയിൽ ആ കട അത്യാവശ്യം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് വികസിപ്പിച്ചു. നമ്മൾ ഒരു 10 ഫ്രാഞ്ചൈസികൾ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 5ാമത്തെ ഫ്രാഞ്ചൈസിയിലായിരിക്കും ഏറ്റവും കൂടുതൽ കച്ചവടം വരിക. അതുപോലെയാണ് നമ്മൾ തുടങ്ങിയിടത്തല്ല നമ്മൾ നിൽക്കുക. നമ്മളിപ്പോൾ തുടങ്ങുന്നത് ചെറുതായിട്ടായിരിക്കാം, ചെയ്യുന്നത് ചെറുതായിട്ടായിരിക്കാം, പക്ഷെ നാളെ എത്താൻ പോകുന്ന സ്ഥലം, നാളെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രാഞ്ചൈസികൾ എവിടെയൊക്കെയാണ്, എങ്ങനെയാണ്, ആരിലൂടെയാണ്, എത്ര ബിസിനസ് വോളിയം വരും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്രയധികം സാധ്യതയാണ് ഈ ഒരു ഡയറക്ട് സെല്ലിനുള്ളത്. നമുക്ക് എത്രത്തോളം സാധ്യതയുണ്ടോ അത്രത്തോളം നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അപ്പൊ അങ്ങനെ ടീം വർദ്ധിപ്പിച്ചു. സിമ്പിളാണ്, പരമാവധി മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തു, ഒന്നാമത്തെ കാര്യം. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് പോലെ ചെയ്തു. 100% പെർഫെക്റ്റായി ചെയ്യുന്നൊന്നും പറയുന്നില്ല, പക്ഷേ അതാണ് ആളുകളുടെ പ്രശ്നം. പെർഫെക്ഷനിസം എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട് എല്ലാവർക്കും. ഇന്നിപ്പോ ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കാര്യം 100% പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യും എന്നിട്ട് ചിന്തിച്ച് ടെൻഷൻ അടിക്കും. അതൊന്നും ആവശ്യമില്ല. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ അതൊരു 50-60% ഓക്കെ ആണെങ്കിൽ അങ്ങ് ചെയ്ത് തുടങ്ങുക. ചെയ്തിട്ടാണ് പെർഫെക്റ്റ് ആക്കേണ്ടത്. ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. ഒരു കാര്യമാണെങ്കിൽ നമ്മൾ സ്കൂളിൽ പോയത് എങ്ങനെയാ, ഒന്നും അറിയാത്ത സമയത്ത് നമ്മളെ ആരൊക്കെയോ വെച്ച് കൂട്ടി കൊണ്ടുപോയി. അവിടുന്ന് കുറച്ച് ദിവസം കരഞ്ഞു, പിന്നെ ആരും കരച്ചിൽ കേൾക്കാനൊന്നുമില്ല, അപ്പൊ കരച്ചിൽ നിർത്തി. പിന്നെ ആദ്യം എഴുതാനൊന്നും അറിയില്ല, എഴുതിപ്പിച്ചു, അല്ലേ? അതുപോലെ തന്നെയാണ് ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾ ആദ്യമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ നിർബന്ധിക്കാനും കൊണ്ടുപോകാനൊക്കെ ആളുകൾ ഉണ്ടാവും. നമ്മളൊരു തീരുമാനം എടുത്താൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കൂ. അങ്ങനെ ഒരു ടീം ചെറിയ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ആ ടീം വർദ്ധിച്ച് ഇന്ന് കേരളത്തിൽ കുറച്ച് ജില്ലകളിലും അതുപോലെ തന്നെ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലും ടീം ഇപ്പം ആയി. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വളരെ ശക്തമായ ഒരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയിൽ നമ്മളൊന്ന് തീരുമാനം എടുത്താൽ, എല്ലാത്തിൻ്റെയും ബേസ് ആ തീരുമാനമാണ്. പക്ഷെ ആ തീരുമാനം ഒരിക്കലും മാറാൻ പാടില്ല. കഷ്ടപ്പാടുകൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നല്ലൊരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ബിസിനസ്സുകാരിയോ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് സാഹചര്യങ്ങൾ നമ്മൾ അതിലൂടെ കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് കടങ്ങളും പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിലൊന്നും വകവെക്കാതെ നമ്മളൊരു ബിസിനസ്സുകാരനും ബിസിനസ്സുകാരിയായി മാറാൻ പോകുന്ന അതിലുള്ള തിരിച്ചറിവോട് കൂടിയിട്ട് വേണം ഓരോരുത്തരും നിന്ന് പ്രവർത്തിക്കാൻ. അതെന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും, റീറ്റെയിൽ ചെയ്യുമ്പോഴാണെങ്കിലും, റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോഴാണെങ്കിലും കോൺഫിഡന്റ് ആയി നിന്ന് ചെയ്യണം, അല്ലെ? നമ്മളെ കൂടെയുള്ള ആളുകൾക്ക് ബിസിനസ് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ കോൺഫിഡൻസിൽ എനിക്ക് ഇത്ര വരുമാനം കിട്ടി, അല്ലെങ്കിൽ ഇത്ര കിട്ടും, ഞാൻ നേടും, നമ്മളെ കൂടെ കടന്നു പോകാന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ബിസിനസ് ശക്തമായിട്ട് അന്ന് കൊടുക്കാൻ തയ്യാറായി. നമ്മൾ മനസ്സിലാക്കുക, ഒന്നും അറിയാത്ത സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുക. ബിസിനസ് പഠിച്ച് മനസ്സിലാക്കി അതിന്റെ സാധ്യതകൾ ഉൾക്കൊണ്ട് അതിനെപ്പറ്റി വർഷങ്ങളെടുത്ത് റിസർച്ച് ചെയ്തിട്ടൊന്നും നമുക്ക് ആളുകളെ കൊണ്ടുവരാൻ പറ്റില്ല. ബിസിനസ്സിൽ വന്ന് 2 മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ആവേശം വന്ന് ആ ആവേശത്തിൽ വേണം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ടീമിനെ കൊണ്ടുവരാൻ. അത് നമ്മളാണെങ്കിൽ നമ്മുടെ കൂടെ കടന്നു വന്ന ആളുകളാണെങ്കിലും അങ്ങനെ കൊണ്ടുവന്ന ആളുകളാണ് നമ്മളിലൂടെ പ്രവർത്തിച്ച് നാളെ നമുക്ക് ടേൺ ഓവറും നമുക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാവുക. അങ്ങനെ അന്ന് പ്രവർത്തിച്ചത് കൊണ്ട് അത്യാവശ്യം കുറച്ച് ടീമുകൾ 2 ഓർഗനൈസേഷനിൽ ടീം വന്നു. പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ അവരും ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ പഠിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റം അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിപ്പിക്കും. കൂടെ കടന്നു വന്ന ആളുകളും അത് ഏറ്റെടുത്ത് ചെയ്യും. അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ നടന്നുകൊണ്ട് ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്താൽ അത് റെക്കമെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന 10, 20, 50 ആളുകൾ വരും. അങ്ങനെ അതിലൂടെ വീണ്ടും മൾട്ടിപ്ലൈ ആവും. ഇത്രയേ ഉള്ളൂ ഈ ബിസിനസ്. ഞാനിപ്പോൾ ഒരാളോട് പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എൻ്റെ കൂടെ കടന്നു വന്ന ആളുകളും
പ്ലാന് പറയാൻ ശ്രമിക്കും. ഇത്രയേ ഉള്ളൂ. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ സ്റ്റേജിൽ കയറി 2 വാക്ക് സംസാരിച്ചാൽ നമ്മളെ കൂടെ വരുന്ന ആളുകളും നാളെ 2 വാക്ക് സംസാരിക്കാൻ ശ്രമിക്കും. ഇതാണ് ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്. പക്ഷേ ഡ്യൂപ്ലിക്കേഷനിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ മനോഭാവം എന്നുള്ളത്, ആറ്റിറ്റ്യൂഡ്. നമ്മുടെ മനോഭാവം ഏത് സാഹചര്യത്തിലും പോസിറ്റീവ് ആയിരിക്കണം. ഈ ഈ ബിസിനസ് എന്നല്ല, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവണമെങ്കിൽ ഒന്നാമത്തെ കാര്യമാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഞാൻ വേറൊരു ആറ്റിറ്റ്യൂഡിനെ പറ്റിയും പറയുന്നില്ല. കുറെ ടൈപ്പ് മനോഭാവങ്ങളെ പറ്റി നമ്മൾ സാധാരണ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ബിസിനസ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, വിന്നിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, അതുപോലെ തന്നെ ഹൈറ്റിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം എന്നൊക്കെ പറയുന്നുണ്ട്. സിമ്പിളാണ്. ഫസ്റ്റ് കാര്യം വേണ്ടത്, എന്തെങ്കിലുമൊക്കെ മാറ്റം നമ്മൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വേണ്ടത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണെങ്കിലും അതിനെ പോസിറ്റീവായി എടുക്കാനും അതിനെ പോസിറ്റീവായി മനസ്സിലാക്കാനും അതിനെ അങ്ങനെ വിശകലനം ചെയ്യാനും പറ്റണം എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഉദാഹരണത്തിന്, നമ്മൾ ഇന്ന് വർക്കിനിറങ്ങുമ്പോൾ ഇന്ന് നല്ല വെയില്, അയ്യോ ഭയങ്കര വെയില്, ഞാൻ പ്രശ്നമാണ്. നാളെ നല്ല മഴ, അയ്യോ ഭയങ്കര മഴ, 2 ദിവസം കഴിയട്ടെ. നമ്മുടെ നാട്ടില് വെയിലില്ലെങ്കിൽ മഴ, ഇതേ ഉണ്ടോ? അപ്പൊ നമ്മള് ഈ സമയത്ത് തന്നെ ബിസിനസ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഏത് കാര്യങ്ങളാണെങ്കിലും പോസിറ്റീവായിട്ട് എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവണം. ഓക്കെ. അപ്പോ അങ്ങനെ ആ ഒരു പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും, ഏത് സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണെങ്കിലും, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോഴാണെങ്കിലും, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണെങ്കിലും, അത് കുടുംബപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ സമൂഹത്തിലാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടുകളും നമ്മൾ കടന്നു പോകുമ്പോഴാണെങ്കിലും കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാനുള്ള ഒരു തീരുമാനം നമുക്ക് ഉണ്ടാവണം. രണ്ടാമത്തത് വിശ്വാസമാണ്. നമുക്ക് എന്ത് കാര്യത്തിലാണെങ്കിലും വിശ്വാസം ഉണ്ടാവണം. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളൊരു കുടുംബജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം, അല്ലെ? അതുപോലെ ഈ ബിസിനസ്സിലാണെങ്കിലും നമ്മൾ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാനൊരു 3 മാസം കൂടി നോക്കാം, 6 മാസം കൂടി നോക്കാം. ആ മൈൻഡ് സെറ്റിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു കട നമ്മുടെ നാട്ടിൽ ഇട്ടിട്ട് ആ കട നാട്ടുകാരെ വന്ന് രക്ഷപ്പെടുത്തട്ടെ, ഞാനൊരു 3 മാസം കൂടി നോക്കാം, അല്ലെങ്കിൽ ഈ കട പൂട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടമല്ലേ? വല്ല കച്ചവടം അവിടെ നടക്കുവോ? ഇല്ല. നമ്മളവിടെ കോമ്പീറ്റ് ചെയ്ത്, അല്ലെ, മത്സരിച്ച് കച്ചവടം കൂട്ടേണ്ട ആളാണ് ആ കച്ചവടം തുടങ്ങിയ ആള്. അതുപോലെ തന്നെയാണ് MI ലൈഫ് സ്റ്റൈലിൽ വന്നു, കച്ചവടം തുടങ്ങി, അത് വർദ്ധിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്. അതിനെന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് നമ്മളിലൂടെയാണ് വരേണ്ടത്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ആണ് ആദ്യം ചേഞ്ച് വരേണ്ടത്. നമ്മളിപ്പോ കൂടെ വരുന്നയാള്, നമ്മൾ അപ്ലൈന് ഇവരെയൊക്കെ മാറ്റാൻ ശ്രമിക്കും. നിങ്ങൾ ഇങ്ങനെ ആവണം. സിമ്പിളാണ്. ഈ സിസ്റ്റം മാറ്റിക്കോളൂ ഓരോ ആളുകളെ. നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ അതിനു വേണ്ടി ശ്രമിക്കുക. വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ബിസിനസ്സിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ കുറെ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നൊന്നും ആരും വിചാരിക്കണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യണം. എപ്പോഴും ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യണം. ഇപ്പൊ ഞാൻ ഇന്ന് ITCയിൽ നിൽക്കുന്നു. ITCയിൽ നിൽക്കുമ്പോൾ ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ പണി എടുത്തിട്ട് മാത്രം കാര്യമില്ല. ഞാൻ ITCയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താലേ അടുത്ത റാങ്കിലേക്ക് വേഗത്തിലെത്തും. അതുപോലെ തന്നെ ഇന്ന് ഓരോരുത്തരും ഡിസ്ട്രിബ്യൂട്ടർ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവാം, ഓരോ റാങ്കിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവാം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് അടുത്തടുത്ത റാങ്കുകളിലേക്ക് വേഗം എത്താം, അടുത്തടുത്ത അച്ചീവ്മെന്റുകൾ വേഗം നേടാം, കൂടുതൽ വരുമാനങ്ങൾ നേടാം, സാമ്പത്തിക സ്വാതന്ത്ര്യവും സമയ സ്വാതന്ത്ര്യവും ആസ്വദിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് മാറാം. സമയം എന്നുള്ളത് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് 25 കൊല്ലം കൊണ്ട് ITC ആവാം, 5 കൊല്ലം കൊണ്ട് ITC ആവാം, 10 കൊല്ലം കൊണ്ട് ITC ആവാം, ഡയമണ്ട് ആവാം, ഏത് റാങ്കില് NTC ആവാം. പക്ഷെ എപ്പോ ആവണമെന്ന് നമ്മൾ തീരുമാനം എടുക്കുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഓക്കെ. നമ്മൾ തീരുമാനം എടുത്താൽ മാത്രമേ നാളെ നമ്മളെ കൂടെ വരുന്ന ആളുകളും തീരുമാനം എടുക്കും. അപ്പൊ നമ്മൾ അതിന് പരിവർത്തനം ചെയ്യപ്പെടേണ്ടി വരും, മാറ്റത്തിന് വിധേയമാവേണ്ടി വരും. മാറ്റം നമ്മളിന്ന് തുടങ്ങുന്നുള്ള ഒരു തീരുമാനം അങ്ങ് എടുക്കുക. മാറുമ്പം പ്രയാസങ്ങൾ ഉണ്ടാവും.
ഒരു ഒരു റീറ്റെയിൽ ചെയ്യാത്തൊരു വ്യക്തി നല്ല രീതിയിൽ റീറ്റെയിൽ ചെയ്യുമ്പം പ്രയാസമുള്ള കാര്യമാണ്. ആദ്യം ആദ്യം കുറച്ച് കഷ്ടപ്പാടുണ്ടാവും അല്ലെ. നമ്മൾ പെട്ടെന്നൊക്കെ വിചാരിക്കില്ലേ ചില സമയത്ത്, ഞാൻ പെട്ടു, അല്ലെങ്കിൽ നമ്മളെ പെടുത്തി, അല്ലെങ്കിൽ നിന്നെ പെടുത്തി എന്നൊക്കെ പല ആൾ നമ്മോട് പറയും. ഈ ബിസിനസ് ഒരു പെടൽ തന്നെയാണ്. നമ്മൾ ആദ്യം പെട്ടു, പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടു. മോർണിംഗ് മീറ്റിങ്ങിനൊക്കെ ഇപ്പൊ ഇരിക്കുമ്പോൾ ആളുകള് രാവിലെ എന്തിനാ 6 മണിക്ക് മോർണിംഗ് മീറ്റ്, കുറച്ച് ലേറ്റ് ആയിട്ട് വെച്ചാൽ പോലെ എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്. നമ്മളിപ്പോ രാവിലെ ഹെൽത്ത് നന്നാവണം, രാവിലെ എഴുന്നേറ്റ് ഒന്ന് എന്തെങ്കിലും ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് മോർണിംഗ് വാക്ക് നടത്തണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളെ മടിയും അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മളെ പിന്നോട്ടേക്ക് വലിക്കും അല്ലെ. അതുപോലെ ആ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ മാറ്റത്തിന് വിധേയമാവാൻ പല ആളുകളും താല്പര്യപ്പെടാറില്ല. ഈ ബിസിനസ്സിലാണെങ്കിൽ നമ്മൾ ഉയർച്ചകൾ വേണമെന്ന് വിചാരിക്കും, പക്ഷെ അതിനു വേണ്ടി ഇന്നു മുതൽ എന്ത് മാറ്റം, അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ പ്രയാസങ്ങൾ നമ്മൾ എടുക്കണം, അതിനാരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ കഷ്ടപ്പാട്, ഇതായത് എന്നെ സഹിക്കുന്നു, നിങ്ങൾ 25 മിനിറ്റായി എന്നെ സഹിക്കുന്നു, ഒരു 10 മിനിറ്റും കൂടി സഹിക്കേണ്ടി വരും, ഞാൻ വേഗം നിർത്തും, കുഴപ്പമില്ല. അപ്പൊ കഷ്ടപ്പെടുകയാണ്. മീറ്റിങ്ങിന് പോകണം, കയ്യിൽ കാശില്ലാത്ത സമയത്തായിരിക്കാം 100 രൂപയുടെ 200 രൂപയുടെ 500 രൂപയുടെ ഒക്കെ മീറ്റിംഗ് വരുന്നത്. അതെന്താ കമ്പനി കൊടുത്തൂടെ എന്ന് വിചാരിക്കും കുറെ ആള്. നമ്മള് നമ്മുടെ ഇൻഡസ്ട്രി ആയിട്ട്, നമ്മളെ ബിസിനസ് ആയിട്ട്, അല്ലെ നമ്മളൊരു വ്യവസായിയാണ്, നമ്മൾക്ക് അവസരം കിട്ടി, ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് നമുക്ക് കിട്ടി അല്ലെ. കൊണ്ടുതരാൻ ഒരാൾ വേണം, അവരെങ്ങനെയൊക്കെ നമുക്ക് എത്തിച്ചു തന്നു, നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നു. ഈ കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നാളെ ഇഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ നാലാമത്തെ പെടലായ രക്ഷപ്പെടൽ വേഗം ഉണ്ടാവും. അപ്പോ നമ്മൾ ഓരോരുത്തരും ഇന്ന് കഷ്ടപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാം. കുറെ ലീഡേഴ്സ് ഇന്ന് മോർണിംഗ് മീറ്റ് നടത്തുന്ന ലീഡേഴ്സ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടത്തുന്ന ലീഡേഴ്സ്, ഈ ബിസിനസ് വളരെ ശക്തമായി ബിസിനസ് ചെയ്യുന്ന കുറെ റാങ്കിലുള്ള ലീഡേഴ്സ് ഒക്കെ ഇത് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നുണ്ടാവുക. അവരോട് രാവിലെ എഴുന്നേക്കണം, വർക്കിന് പോകണമെന്നൊന്നും ആരും പറയേണ്ട ആവശ്യമില്ല. വീട്ടിൽ നിൽക്കാതെ ഓടി നടന്ന് പ്രവർത്തിക്കണം ആരും പറയേണ്ട ആവശ്യമില്ല. അവരോരോരുത്തരും അവരുടെ തീരുമാനത്തിനനുസരിച്ച് ശക്തമായി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ നമ്മൾ ആവാൻ പറ്റിയാൽ അതിലും വലിയ നേട്ടങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളൊന്ന് തീരുമാനിച്ചു, ഇവിടെ ഇന്നിരിക്കുന്ന ഒരാൾ തീരുമാനിക്കുന്നു എന്നെക്കാളും മുമ്പേ WTC ആവണം, ഷുവർ ആവാൻ പറ്റും. ഈ ബിസിനസ്സിൽ മനസ്സിലാക്കേണ്ട കാര്യം, ആര് എപ്പോ വന്നു എന്നുള്ളത് ഇതിന്റെ അടിസ്ഥാനമേ അല്ല. നമ്മൾ ഓരോരുത്തരും ഓരോ സമയത്ത് എന്ത് തീരുമാനം എടുക്കുന്നു, ആ തീരുമാനമാണ് നമ്മളെ നാളെ വലിയ ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ബിസിനസ്സുകാരിയാക്കി മാറ്റുന്നത്. സാമ്പത്തിക സ്വാതന്ത്ര്യവും സമയ സ്വാതന്ത്ര്യവും ഒരുപോലെ അനുഭവിക്കാൻ പറ്റുന്ന, ലോകത്തിൽ തന്നെ ഏറ്റവും സാധാരണക്കാരനെ വരെ വലിയ എത്തിക്കാൻ പറ്റുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് സ്വപ്നം കണ്ടുകൊണ്ട് പ്രവർത്തിക്കണം. എല്ലാവർക്കും സ്വപ്നങ്ങൾ ഉണ്ടല്ലോ. ആദ്യം മീറ്റിങ്ങിനൊക്കെ വരും പല ആളുകൾ എനിക്ക് ഈ സ്വപ്നമുണ്ട് ആ സ്വപ്നമുണ്ട് ഒക്കെ വിളിച്ചു പറയും. പിന്നെ കുറച്ച് സമയമൊക്കെ ആവുമ്പോ കുറച്ച് 10,000 കിട്ടിയാൽ മതി, 2,10,000-ൽ 2 ലക്ഷം ഇല്ലെങ്കിലും കുഴപ്പമില്ല, 10,000 കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് പല ആളുകളും ചിന്തിക്കും. നമ്മുടെ ചിന്തകൾ എത്രത്തോളം കുറയുന്നോ അത്രത്തോളം നമ്മുടെ കൂടെ ആളുകൾ വരുന്നതും കുറയും. കാരണം സ്വപ്നങ്ങൾ കൂടുതലുള്ള ആളുകൾ വരുന്നത് സ്വപ്നം കാണുന്നവരുടെ കൂടെ. അപ്പൊ നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കുക. വേറെ ആരും വിശ്വസിക്കാനില്ല ഈ ലോകത്ത്. അത് സ്വന്തം വീട്ടിലുള്ള ആൾ പോലും വിശ്വസിക്കാനൊന്നുമില്ല. നമ്മൾ വിശ്വസിക്കാത്തിടത്തോളം, നമ്മൾ വിശ്വസിച്ച് പ്രവർത്തിച്ചാൽ നാളെ സമൂഹം മുഴുവൻ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി വിശ്വസിക്കാനും നമ്മളെ കൂടെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ പ്രവർത്തിച്ച് നമ്മൾ കാണിച്ചു കൊടുത്താൽ നാളെ 100 കണക്കിന് ആളുകൾ നമ്മുടെ കൂടെ നിൽക്കും. നമ്മളെക്കാളും ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കിപ്പോ ഒരു കാറ് വാങ്ങണം, അല്ലെങ്കിൽ ഇന്ന സ്വപ്നമുണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിന് ഈ ഒരു പർപ്പസ് ഉണ്ട്. എന്റെ സ്വപ്നത്തിന്റെ ഒരു 10 ഇരട്ടി സ്വപ്നമുള്ള ഒരു വ്യക്തി ഈ ബിസിനസ്സിൽ കടന്നു വന്ന് നമ്മളെ പോലെ ഏറ്റെടുത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി ഈ ബിസിനസ്സിന്റെ വ്യാപ്തി മനസ്സിലാക്കി ഒന്ന് ഏറ്റെടുത്താൽ ഒരു ഓർഗനൈസേഷൻ സെറ്റായില്ലേ. പക്ഷെ അതുവരെ
നമ്മളെ നമ്മുടെ അപ്ലൈനെ എങ്ങനെ കൊണ്ടുവന്നോ, എങ്ങനെ ഡെവലപ്പ് ചെയ്തോ, എങ്ങനെ കൂടെ നിന്നോ, എങ്ങനെ എഫേർട്ട് എടുത്തോ, എങ്ങനെ അല്ല എത്രത്തോളം ചെയ്തോ, അതുപോലെ നമ്മളും നമ്മൾ കൂടെ കൊണ്ടുവരുന്ന ആളുകളുടെ കൂടെ നിൽക്കാൻ തയ്യാറാവണം. ഓക്കെ, അത് ബിസിനസ് പ്ലാന് പറയുന്ന രീതിയാണെങ്കിലും ബിസിനസ്സിൽ അവർ ഡെവലപ്പ് ചെയ്യുന്ന രീതിയാണെങ്കിലും അത്രയും ആവേശത്തോടു കൂടി പ്രവർത്തിക്കണം. ഡയറക്ട് സെല്ലിങ്ങിന്റെ പൊതു തത്വം തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. കാരണം സ്വപ്നം എവിടെയുണ്ടോ അവിടെ ആവേശമുണ്ട്. ഇപ്പൊ IPL നടക്കുന്നതാണ്. ക്രിക്കറ്റ് കുറെ ആൾ കാണുന്നുണ്ടാവും, കുറച്ചാൾ കാണുന്നുണ്ടാവില്ല. IPL നമ്മൾ നോക്കുക, ഭയങ്കര ആവേശമാണ്. 20 ഓവറിനുള്ളിൽ മാക്സിമം റൺസ് എടുക്കണം. രണ്ടാം അല്ലെ, ആദ്യം ബാറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ മാക്സിമം റൺ എടുക്കണം. രണ്ടാമത് ബാറ്റ് ചെയ്യുന്നയാളെ വേഗം ഔട്ടാക്കണം. ആദ്യം ബോൾ ചെയ്യുന്നയാളെന്ന് വിചാരിക്കുക, മാക്സിമം വേഗം പരമാവധി ചെറിയ റണ്ണിൽ ഇവരെ ഒതുക്കണം, ചേസ് ചെയ്യണം, ജയിക്കണം. ആ ഒരു എക്സൈറ്റ്മെന്റ് നമ്മൾ കാണുന്നില്ലേ? നമ്മൾ ഈ ബിസിനസ്സിൽ മനസ്സിലാക്കേണ്ടത് 100 വർഷമൊന്നും ജീവിക്കാനില്ല. കുറച്ച് കാലമാണ് നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കുക. പരമാവധി സമയത്ത് എടുക്കാതെ ചെറിയ സമയത്തിൽ മാക്സിമം കാര്യങ്ങൾ ചെയ്ത് 30 വർഷം എടുക്കേണ്ട എഫേർട്ട് 3 വർഷം കൊണ്ട് എടുത്താൽ നമുക്ക് എത്രയോ തലമുറകൾക്ക് കഴിക്കാനും ആസ്വദിക്കാനുള്ളത് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പോവാം, ആസ്വദിച്ചിട്ട് പോവാം. അല്ലെ, നമ്മളിപ്പം പല ആളുകൾ ഈ ബിസിനസ്സിൽ വന്നിട്ട് പറയും, ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് നോമിനേഷൻ ഫെസിലിറ്റി ഉള്ളത് കൊണ്ടാണ്, നാളെ ഞാൻ ഇല്ലാണ്ടായി പോയാലും എൻ്റെ കുടുംബം സേഫാണ്. ഞാൻ പറയുന്ന കാര്യം അത്രയൊന്നും ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആസ്വദിച്ചിട്ട് പോവുക. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് കുറെ ആസ്വദിക്കണം എന്നല്ല ആദ്യം ചിന്തിക്കണ്ടേ. നമ്മൾ പോകുന്നതിന് മുമ്പേ നമ്മൾ പരമാവധി ലൈഫ് ആസ്വദിക്കാനുള്ള വരുമാനവും ലൈഫ് സ്റ്റൈലും ഇവിടുന്ന് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ സന്തോഷത്തോടു കൂടി പോവുക. ബാക്കി കിട്ടുന്ന വരുമാനം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അത് അവരെന്താന്ന് വെച്ച് ചെയ്തോട്ടെ, അത് നമുക്ക് ശേഷമാണല്ലോ, നമുക്കൊന്നും പറയാൻ പറ്റൂല. ഇങ്ങനെ ജീവിക്കണമെന്ന് എഴുതി വെക്കാൻ പറ്റുന്നില്ല. അത് ചിലപ്പം ഓരോ ആളും ഇഷ്ടമാണ്, കിട്ടുന്ന വരുമാനം എന്ത് ചെയ്യണം. ഓക്കെ, പക്ഷെ ആ സമയത്ത് ടെൻഷൻ അടിച്ചിട്ട് പോവാതെ ഞാൻ ഈ ഭൂമിയിൽ പരമാവധി ആസ്വദിച്ചിട്ടാണ് പോയെന്നുള്ളൊരു തിരിച്ചറിവോടുകൂടി അങ്ങ് പോവാം. സ്വർഗം ഇവിടെയാണ്, ഭൂമിയിലാണ് സ്വർഗം. ആ സ്വർഗത്തിൽ നിന്ന് ആ സ്വർഗത്തിലെ സന്തോഷങ്ങളും ഇതൊക്കെ ആസ്വദിച്ചിട്ട് പോയാൽ നാളെ അവിടെ എത്തിയാലും ഓക്കെ, അടിപൊളി. ഇവിടെ ആസ്വദിക്കാണ്ട് വേഗം അങ്ങ് പോയാൽ ചോദിക്കും, അല്ല ശരിക്കുള്ള സ്വർഗം അവിടെ അല്ല, അവിടെ നിന്നൊന്നും ചെയ്യാണ്ടല്ല ഇങ്ങോട്ട് വന്ന്, എന്തേലും ഇത്ര തിരക്ക്. അന്ന് തിരിച്ചു പോണെന്ന് പറഞ്ഞാൽ തിരിച്ചു വിടൂല, ക്ലോസ്ഡാ പിന്നെ, അല്ലേ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബിസിനസ്സിൽ വന്നത് കൊണ്ടോ നിന്നത് കൊണ്ടോ മാത്രം കാര്യമില്ല. പല ആളുകളും പറയും, ഞാനിനി എത്ര വർഷം വേണമെങ്കിലും പിടിച്ചു നിൽക്കും. പിടിച്ചു നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇടിച്ചു നിന്ന് കയറണം, പ്രവർത്തിക്കണം. പിടിച്ചു നിന്നത് കൊണ്ട് മാത്രം ഒരു കാര്യമില്ല ഈ ബിസിനസ്സിൽ. ഇടിച്ചു നിന്ന് പ്രവർത്തിക്കണം. മത്സരമാണ് ജീവിതം തന്നെ, നമ്മൾ മത്സരമായിട്ട് കാണണം. ഞാനും നിങ്ങളും വലിയൊരു മത്സരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഭൂമിയിൽ തന്നെ പിറവിയെടുത്തത്. എല്ലാം മത്സരമാണ്. ഈ ബിസിനസ്സും അതുപോലെ നമ്മൾ കാണണം. ഓരോ ദിവസവും നമ്മൾ നമ്മളോട് മത്സരിക്കണം. ആദ്യം നമ്മൾ ചിലപ്പോൾ നമ്മൾ അപ്പലിനോട് മത്സരിക്കും, നിങ്ങളല്ലേ ശരി, ഞാനാ ശരി. കൂടെ വന്നയാളോട് മത്സരിക്കും. ഇതൊക്കെ പിന്നെ ആദ്യം നമ്മൾ നമ്മളോട് മത്സരിക്കുക. നമ്മളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മളാണ്. ഈ ലോകത്തുള്ള ഏറ്റവും വലിയ യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ നമ്മളോട് ചെയ്യുന്നതാണ്. നമുക്ക് മെച്ചപ്പെടണോ, സ്വയം മത്സരിക്കൂ, സ്വയം യുദ്ധം ചെയ്യൂ. നമ്മൾ പറയുന്നില്ലേ, നാട്ടുകാരന്റെ ശത്രു വീട്ടുകാരന്റെ ശത്രുക്കളാണ്. ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വിടുന്നില്ല, അവരെന്നെ നിരുത്സാഹപ്പെടുത്തുന്നു, പ്രോത്സാഹിപ്പിക്കുന്നില്ല. വീട്ടിൽ ഭാര്യ നെഗറ്റീവാണ്, ഭർത്താവ് നെഗറ്റീവാണ്, കുട്ടികൾ നെഗറ്റീവാണ്, അച്ഛൻ നെഗറ്റീവാണ്, അമ്മ നെഗറ്റീവാണ്, അയൽക്കാർ നെഗറ്റീവാണ്. ആര് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മളെ ചിന്തകൾ മാത്രമാണ്. ഏറ്റവും വലിയ ശത്രു ഇരിക്കുന്നത് ഉള്ളിലാണ്. ഈ ഉള്ളിലുള്ള ആള് എന്ത് പറയുന്നോ എന്ത് ചെയ്യുന്നോ അതാണ് നമ്മൾ. ഒരു 5 മിനിറ്റ് വെറുതെ ഇരിക്കുമ്പോൾ എന്താണോ ചിന്ത വരുന്നത്, വെറുതെ ഇരിക്കുമ്പോൾ സ്വപ്നങ്ങളെ പറ്റിയിട്ടാണോ ചിന്തിക്കുന്നത്, പ്രയാസങ്ങളെ പറ്റിയിട്ടാണോ ചിന്തിക്കുന്നത്, ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടാണോ ചിന്തിക്കുന്നത്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ചിന്തകൾ മാറ്റാൻ വേണ്ടി
നമ്മൾ തന്നെ ശ്രമിക്കുക. നമ്മൾ ശത്രുവിക്കാൻ നമ്മുടെ ഉള്ളിലാണ്. നാട്ടുകാർ ചിലപ്പം ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും, നീ വിജയിക്കൂല, നിനക്ക് സ്വപ്നം നേടാൻ പറ്റില്ല. പക്ഷെ 100, 200, 1000 തവണ ചിന്തിക്കുന്നത് നമ്മളാ നെഗറ്റീവ്. സത്യല്ലേ? അപ്പോ ആ സ്വയം മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്, പക്ഷെ ഒരേ സമയത്ത് നമ്മളെ കഴിവുകളും കാണണം. ഒരേ സമയത്ത് നമ്മളെ കഴിവുകളും അതേ സമയത്ത് നമ്മളെ പോരായ്മകളും മനസ്സിലാക്കി കഴിവുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. കഴിവുകൾ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മളെ കുറവുകൾ കുറഞ്ഞു 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 വരും. നമുക്ക് എന്തിലാണോ താല്പര്യം അത് നല്ല രീതിയിൽ ചെയ്യുക. പക്ഷെ ബിസിനസിന്റെ എത്തിക്സ് വിട്ടിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. ഈ ബിസിനസ്സിന് ഒരു എത്തിക്സ് ഉണ്ട്. അത് ശരിയായ രീതിയിൽ, അത് ടീമിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന കാര്യങ്ങളാണെങ്കിലും, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും, ബിസിനസ് വോളിയം കയറ്റുന്ന കാര്യങ്ങളാണെങ്കിലും, കൂടെ വന്ന ആളുകൾ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും, കൂടെ വരുന്ന ആളുകളെ നമുക്ക് പല സ്വാതന്ത്ര്യമുണ്ട് ഈ ബിസിനസ്സിൽ. അതൊക്കെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റൂ. പല ആളുകളും കുടുംബം നന്നാക്കാൻ വേണ്ടി ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഉള്ളതും കൂടി പോകുന്ന അവസ്ഥയിലേക്ക് വരും. കാരണം എന്താ? അനാവശ്യമായ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ നിൽക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഉയർച്ചകളിലേക്ക് ഉള്ള സ്റ്റെപ്പുകൾ കയറി തുടങ്ങുന്നേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ നമ്മൾ വേറൊന്നും ചിന്തിക്കരുത്. ആ പ്രയാസങ്ങൾ ആസ്വദിച്ചുകൊണ്ട് എഫേർട്ട് ഇട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ മെൻറ്ററായിട്ട് സെലക്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അവർ പറയുന്ന കാര്യങ്ങൾ വെള്ളം ചേർക്കാതെ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. പല ആളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞതൊന്ന് ചെയ്യുന്നതൊന്ന്, അങ്ങനെ ആവരുത്. ശരിയായ കാര്യം നമുക്ക് പറ്റുന്നത് പോലെ, അല്ലെ, ഇത് ഇന്ന് ഒരു കാര്യം ചെയ്യ് എന്ന് ഒരാൾ പറഞ്ഞാൽ, നമ്മുടെ അപ്ലൈൻ അല്ലെങ്കിൽ നമ്മളെ മെന്റർ, അല്ലെ, നമുക്ക് ഈ ബിസിനസ്സിൽ നമ്മളെ വഴികാട്ടിയായിട്ട് ഒരാളുണ്ടാവും, അപ്ലയൻസിൽ ഏതെങ്കിലും ഒരാളുണ്ടാവും. അവർ ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ വെള്ളം ചേർക്കാതെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക, ചെയ്യാൻ തുടങ്ങുക. നാളെ ആവട്ടെ. അടുത്തൊരു പ്രശ്നമാണ് പെർഫെക്ഷനിസത്തിന് കൂടെ അടുത്തൊരു പ്രശ്നമാണ് പല ആളുകളുടെ വിജയത്തിന് തടസ്സമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും. നീട്ടിവെക്കല്. സിമ്പിളാണ്, നീട്ടിവെക്കുക. നാളെ ആവട്ടെ, ഇനി 2 ദിവസം കഴിയട്ടെ, മഴ കഴിയട്ടെ, ഇങ്ങനെയൊക്കെ പറയും, ചൂട് കഴിയട്ടെ. നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ വിജയത്തിന്റെ തടസ്സം നമ്മളാണ്. നമ്മൾ നീട്ടിവെക്കുന്ന കാര്യങ്ങളാണ്. നീട്ടിവെക്കാൻ പാടില്ല. നാളത്തേക്കുള്ള നല്ല തയ്യാറെടുപ്പ് എന്ന് പറയുമ്പം ഇന്നത്തെ പ്രവൃത്തിയാണ്. ഇന്ന് ഉദാഹരണത്തിന് നമ്മൾ തീരുമാനം എടുത്തു, നാളെ മുതൽ രാവിലെ എഴുന്നേറ്റ് കുറച്ച് നടക്കണം, തീരുമാനം എടുത്തു. എന്നിട്ട് ഇന്ന് നല്ലതായിട്ട് കിടന്നുറങ്ങി. ഒരിക്കലും നാളെ എഴുന്നേക്കാൻ പോകുന്നില്ല, നടക്കാനും പോകുന്നില്ല. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് മാക്സിമം ചെയ്തു കഴിഞ്ഞാൽ അതാണ് നാളത്തേക്കുള്ള നല്ല തയ്യാറെടുപ്പ്. ഈ ബിസിനസ്സിൽ ലിസ്റ്റ് തയ്യാറാക്കണം. പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതാണെങ്കിലോ അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്ത് ടീം ഡെവലപ്പ് ചെയ്യുന്നതാണെങ്കിൽ ഫ്രാഞ്ചൈസികൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കണം. അപ്പൊ എന്ത് ചെയ്തു? നാളെ തുടങ്ങട്ടെ. ഡയറിയൊക്കെ വാങ്ങി പെന്നൊക്കെ വാങ്ങി നാളെ തുടങ്ങാം. ഇല്ല, ഇന്നൊരു 5 ആളുടെ പേര് എഴുതുവോ? അതാണ് നമ്മളിൽ വരുത്തുന്ന മാറ്റം. ആ 5 ആളുടെ പേരെഴുതാനും 5 ആൾക്ക് ബിസിനസ് കൊടുക്കാനായിരിക്കും ഏറ്റവും വലിയ പ്രയാസം. അത് നമ്മൾ ചെയ്തു തുടങ്ങുക. പക്ഷെ ആ പ്രയാസകരമായിട്ടുള്ള കാര്യം നമ്മൾ നീട്ടി വെക്കും. എളുപ്പമാവുമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും എളുപ്പമാവാൻ പോകുന്നില്ല. ഇന്നാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. നാളെ എന്നുള്ളത് ലോട്ടറി കച്ചവടത്തിൽ മാത്രമേ ഉള്ളൂ. നാളെയാണ്. ഇന്നാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് തുടങ്ങേണ്ട ദിവസം. എന്ത് കാര്യങ്ങളാണെങ്കിലും ഇന്നിപ്പോ നമ്മളിപ്പോ എന്ത് കാര്യം, ഒരാളെ ഫോൺ വിളിക്കണം, ഓക്കെ, ഇപ്പൊ വിളിക്കുക, ഇപ്പൊ ചെയ്യാം. ഒറ്റ കാര്യം പറയുള്ളൂ, ഒരു 5 സെക്കൻഡ് റൂള് നമ്മളെ ലൈഫിൽ എപ്പോഴും പ്രാവർത്തികമാക്കുക. എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തിച്ചത് ആ ഒരു കാര്യമാണ്. ഞാൻ എല്ലാം ചെയ്തിട്ട് ഈ IT ചെയ്യാനൊന്നും പറയുന്നില്ല. നമുക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടേ ഡയമണ്ട് ആയി പോയിട്ടുണ്ടാവും. പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ആദ്യമൊക്കെ ഉഴപ്പിയിട്ടുണ്ട്, മടിച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഞാൻ ഭയങ്കര മടിയനായിരുന്നു ആദ്യം. ആരെങ്കിലൊക്കെ വന്ന് ചെയ്തിട്ടെന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ മനസ്സിലായി, മറ്റൊരാളുടെ തോളിൽ താങ്ങി പോകാൻ പറ്റുന്ന പരമാവധി ദൂരം എന്ന് പറയുമ്പോൾ ശ്മശാനം മാത്രം. അതിനപ്പുറത്തേക്ക് നമുക്ക് എവിടെ എത്താൻ പറ്റില്ല.
അത് മനസ്സിലാക്കിയപ്പോ തീരുമാനം എടുത്തു. മെല്ലെയാണ് ടീം കോർഡിനേറ്ററായി ഇങ്ങനെ ഉരുണ്ട് കളിച്ച് പിന്നെ സ്റ്റേജിലൊക്കെ കയറാൻ മടിയായി. അവിടുന്ന് ഒരു തീരുമാനം എടുത്തു, നമ്മൾ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മളെ വാക്ക് കേൾക്കാൻ ഒരു കുട്ടിയില്ല, സ്വയം പ്രവർത്തിച്ചുണ്ടാക്കണം. അങ്ങനെയാണ് തീരുമാനം എടുത്തത്. കാരണം നമ്മളെക്കാളും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മളെക്കാളും കഴിവ് കുറഞ്ഞ ആളുകൾ കൂടി സ്റ്റേജിൽ കയറി ഓരോ റാങ്കും കടന്നു പോകുമ്പോൾ വലിയ കഴിവുണ്ടെന്നും പറഞ്ഞിരിക്കുന്ന ഞാൻ വെറും ടീം കോർഡിനേറ്റർ ആയിട്ട് അന്ന് ആ സ്റ്റേജിൽ 10-20 പ്രാവശ്യം കയറിയിട്ട് ഒരു മടിയില്ല. എന്നോട് ഒരാൾ ചോദിച്ചു, സാർ ഇനി ATC ആവാനായിട്ടില്ലേ? ആദ്യമൊക്കെ ടീം കോർഡിനേറ്റർ ആയപ്പോൾ 2017 ആദ്യമൊക്കെ ടീം കോർഡിനേറ്റർ ആയപ്പോൾ കൈയടിക്കാനും കൂക്കി വിളിക്കാനൊക്കെ കുറേ അധികം ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ കുറെ 100 കണക്കിന് ടീം കോർഡിനേറ്റേഴ്സും ഏരിയ ടീം കോർഡിനേറ്റേഴ്സ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ ടീം കോർഡിനേറ്റർക്കൊന്നും വലിയ വിലയൊന്നുമില്ല. അങ്ങനെ അവിടെ നിന്നാണ് ഒരു തീരുമാനം എടുത്തത്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയാവണമെങ്കിൽ നമ്മൾ ഇന്ന് ശരിയായ കാര്യങ്ങൾ ചെയ്ത് നേട്ടങ്ങൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ തോറ്റ് പിന്മാറിയതിന്റെ അവസ്ഥ തന്നെയാണ് ഈ ബിസിനസ്സിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ആളുകൾക്ക്. അപ്പൊ എങ്ങനെയെങ്കിലൊക്കെ നിന്നിട്ടും പിടിച്ചു നിന്നിട്ടും കാര്യമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് പോലെ ചെയ്യണം, കൃത്യസമയത്ത് ചെയ്യണം. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളെ നീട്ടി വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് എന്ത് സംഭവിക്കും? അത് ലോഡായി. 6 മാസത്തേക്ക് നീട്ടി വെച്ചാൽ 6 മാസം പ്രയാസങ്ങൾ ഒന്നിച്ചു വരും. അപ്പോ ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്ത് തുടങ്ങണം. സ്വപ്നങ്ങൾ എഴുതി വെക്കണം. ആ സ്വപ്നങ്ങളെ കണ്ട്, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു കാറ് വാങ്ങണം എന്നുള്ളത് വലിയ സ്വപ്നമാണെങ്കിൽ ആ കാറ് നോക്കി ആ കാറ് അതിന്ന് നമ്മുടെ പോക്കറ്റിൽ എത്ര കാശുണ്ട് നോക്കിയിട്ടല്ല സ്വപ്നം കാണേണ്ടത്. പല ആളുകളും പറയുന്നത് ആഴ്ചയിൽ കുറച്ചൊക്കെ കിട്ടി തുടങ്ങട്ടെ എന്നിട്ട് ആലോചിക്കാം. അതിന് നമ്മൾ പോണോ? നമ്മൾ ഒന്നുമില്ലാത്തടത്തുനിന്ന് വേണ്ടേ നമ്മൾ സ്വപ്നങ്ങൾ കാണാൻ? സ്വപ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. എന്നെ ഇന്ന് ശ്രവിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിൽ വലിയ സ്വപ്നങ്ങളുണ്ട്. നല്ല 2 വീലർ വാങ്ങണമെന്നുള്ള സ്വപ്നങ്ങളുള്ള ആളില്ലേ? നിങ്ങൾ റിപ്ലൈ ഒക്കെ ചെയ്തല്ല കേട്ടോ, ഇടക്ക് ടൈപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറെ നല്ല ബൈക്ക് വാങ്ങണം, 2 വീലർ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, നല്ല കാറ് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, നല്ല വില്ല അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പിന്നെ വേറെന്തൊക്കെ ആഗ്രഹം? വിദേശ യാത്ര നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളില്ലേ? ഉണ്ടല്ലോ. യെസ്, കുറെ രാജ്യങ്ങളിൽ പോകണം. നമ്മൾ ചിലപ്പോൾ നമ്മളെ പഞ്ചായത്ത് തന്നെ ഇതുവരെ വിട്ടു പോയിട്ടുണ്ടാവില്ല. എന്നിട്ട് അവിടുത്തെ രാജാവായിട്ട് നിന്നുകൊണ്ട് ഇതാണ് ലോകം എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുന്നുണ്ടാവും. അപ്പോ നമ്മളെ ജില്ല പോലും ശരിക്കും ഇപ്പൊ ഉദാഹരണത്തിന് കോഴിക്കോട് ജില്ലയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ മനോഹരമായ സ്ഥലങ്ങൾ പോലും പല ആളുകളും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മുഴുവനുള്ള സ്ഥലങ്ങൾ കാണണം, അവിടെയുള്ള കാര്യങ്ങൾ ആസ്വദിക്കണം, ഇന്ത്യ മുഴുവൻ കറങ്ങണം, താജ്മഹൽ കാണണം, മറ്റുള്ള അത്ഭുതങ്ങൾ കാണണം. അതുപോലെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ധനുഷ്കോടി കണ്ടിട്ടുണ്ടോ? കാണാത്തവർ കാണണം. ഇപ്പൊ പോയി കാണണം എന്നല്ല പറഞ്ഞത്. നമ്മളെ സ്വപ്നം കണ്ടുകൊണ്ട് നമ്മളെ പ്രവർത്തിക്കാനുള്ള ഊർജ്ജമായിരിക്കണം അതൊക്കെ. വിദേശ യാത്ര നടത്തണം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾക്ക് വിദേശ യാത്രകൾ നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഈ ബിസിനസ്സിൽ വന്നതുകൊണ്ട് മാത്രമായില്ല, നിന്നതുകൊണ്ട് മാത്രമായില്ല. നമ്മൾ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്തിനു വേണ്ടി ചെയ്തു, ഇതാണ് നമ്മളെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന്റെ അടിസ്ഥാന ഘടകം. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യിപ്പിക്കുന്നതായിരിക്കണം നമ്മളെ സ്വപ്നങ്ങൾ. ഈ ബിസിനസ്സിൽ നമ്മളെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിപ്പിക്കുന്നത് ഈ ഒരു സ്വപ്നം മാത്രമാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, അത്രയും ക്ലാരിറ്റി ഉള്ള സ്വപ്നം ഉണ്ടെങ്കിൽ ഉറപ്പ് നമ്മുടെ പ്രവൃത്തി അങ്ങനെ ആയിരിക്കും. സ്വപ്നം കാണാതെ ഈ ബിസിനസ്സിൽ വെറുതെ എന്തെങ്കിലും ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പൊ എല്ലാവരും സ്വപ്നം കാണണം. സ്വപ്നം കണ്ട് നമ്മൾ കുഴിച്ചു മൂടി വെച്ച കുറെ കാര്യങ്ങളില്ലേ, അതൊക്കെ പുറത്തേക്ക് എടുത്ത് അത് നേടിയെടുക്കാൻ വേണ്ടി അപ്ലൈനോട് സംസാരിക്കണം. അപ്ലൈനോട് വെറുതെ കുറെ പരാതി പറഞ്ഞിരുന്നാ പോരാ. അവനിങ്ങനെ എന്നെ നോക്കി ചിരിച്ചിട്ടില്ല, അല്ല ഇങ്ങനെയുള്ള കുറെ പരാതികൾ, അത് മാത്രം പറഞ്ഞാൽ പോരാ. സ്വപ്നങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യണം. എൻ്റെ സ്വപ്നം ഇതാണ്. കാരണം സ്വപ്നങ്ങൾക്ക് നമ്മൾ വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുകളിലുണ്ടാവുക. പല ആളുകളും ഇന്നും പ്രവർത്തിക്കുന്നത് 10 ലക്ഷം കടമുണ്ട്, 15 ലക്ഷം കടമുണ്ട്, എല്ലാത്തിനും മുകളിൽ കടമുണ്ട്, അത് തീരട്ടെ എന്നിട്ടൊന്ന് നോക്കാം.
അല്ലെങ്കിൽ ഇങ്ങനെയാണ് പല ആളുകളും ഇന്നും പ്രവർത്തിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര വർഷമായി നമ്മളെ പ്രയാസങ്ങൾ തീർക്കാൻ വേണ്ടി ഓടുന്നു, ബുദ്ധിമുട്ടുകൾ തീർക്കാൻ വേണ്ടി ഓടുന്നു, നമ്മളെ പ്രാരാബ്ദം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഓടുന്നു, നമ്മളെ സാമ്പത്തിക പ്രയാസം തീർക്കാൻ വേണ്ടി ഓടുന്നു, ലോണ് തീർക്കാൻ വേണ്ടി ഓടിയിട്ട് തീർന്നു? തീരൂല. നിങ്ങൾ ഇനി മരിക്കുന്നവരെ ഓടിയാലും തീരൂല. അതാണ് അതിന്റെ പ്രശ്നം. സ്വപ്നങ്ങൾക്ക് വേണ്ടി ഓടൂ, സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കൂ. സ്വപ്നങ്ങൾ നേടുന്നതിന് മുമ്പേ നമ്മളെ ബുദ്ധിമുട്ടുകൾ തീർന്നിട്ടുണ്ടാവും, സാമ്പത്തിക പ്രയാസങ്ങൾ തീർന്നിട്ടുണ്ടാവും. അത് മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ ഉള്ളൂ. വേറെ ഒരു സൊല്യൂഷനും ഇല്ല നമ്മളെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട്. സ്വപ്നം കാണാത്തവന് പ്രശ്നം തീർക്കാനുള്ള ഒരു യോഗ്യതയില്ല, പ്രശ്നം തീരൂല. കാരണം അതാണ് അതിന്റെ ഒരു ബേസ്. ഓക്കെ, അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം 2016 തീരുമാനം എടുത്തു. ഇടക്കിടക്ക് തീരുമാനം മാറ്റണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പോയാലോ, ഒന്നും നടക്കുന്നില്ല. നിർത്തണോ, തുടങ്ങണോ, മുമ്പോട്ട് പോകണോ? ചുറ്റുമുള്ള കുറെ ആളുകൾ, എടാ ഇപ്പൊ നിർത്തിക്കോ, ഇപ്പൊ നിർത്തിയാൽ ഒരു നഷ്ടം ഉണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞാൽ വലിയ നഷ്ടം ഉണ്ടാകുന്നൊക്കെ ആളുകൾ ചുറ്റും പറയാനുണ്ടാവും. അങ്ങനെ നിരുത്സാഹപ്പെടുത്താനും പിന്നോട്ടേക്ക് വലിക്കാനായിരുന്നു ആളുകൾ കൂടുതൽ. പക്ഷെ ഞാൻ ഇന്നും വിചാരിക്കുന്നത്, അന്ന് അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റിയത് കൊണ്ടാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായത്. സത്യം പറഞ്ഞാൽ അന്ന് 22ാമത്തെ വയസ്സിലാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. അന്ന് എടുത്ത തീരുമാനമാണ് നമ്മൾ എങ്ങനെ മാറ്റിയത്. അപ്പോ കുറച്ച് മാറ്റങ്ങൾ വന്നു. ബൈക്കിന് EMI ഒക്കെ തിരി നിൽക്കുന്ന സമയത്താണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. സ്വപ്നം കണ്ട് പ്രവർത്തിച്ചപ്പോൾ അതൊക്കെ ശരിയായ രീതിയിൽ പോയി. STC റാങ്കിൽ എത്തിയപ്പോൾ ഒരു കാറ് വാങ്ങാൻ പറ്റി. പക്ഷെ STC റാങ്കിൽ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും ഒരു കാറ് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട്, 10 ലക്ഷം രൂപയുടെ ഉള്ളിൽ വരുന്ന ഒരു കാറ് വാങ്ങണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ട് STC ആയത്. വെറുതെ STC ആയിട്ട് അന്നേരം എന്നാ പിന്നെ ഒരു കാറ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തെന്നല്ല. നമ്മൾ ഇനി എന്ത് റാങ്കിൽ എത്തണം എന്നുണ്ടെങ്കിലും ആ റാങ്കിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആ റാങ്കിലേക്ക് നമ്മൾ എത്തൂ. അപ്പൊ STC ആയി കാറ് വാങ്ങി, പിന്നെ ആ കാറിലായി യാത്ര, കാറിലായി ബിസിനസിന്റെ യാത്രകൾ, അങ്ങനെ പ്രവർത്തിച്ചു. 2,10,000 കിട്ടി. 2020 നോക്കുമ്പോൾ കൊറോണ വന്നു. കൊറോണ വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 1 കോടി ബിസിനസ് വോളിയം മാത്രമാണ് ഞാൻ മാച്ച് ചെയ്തതെന്ന്. പക്ഷെ ഇന്ന് നോക്കുമ്പം 11 കോടിക്കടുത്ത് ബിസിനസ് വോളിയം വന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അടുത്ത 4 വർഷം കൊണ്ട്, ആദ്യത്തെ 4 വർഷം കൊണ്ട് 1 കോടി മാച്ചിങ് ആണെങ്കിൽ അടുത്ത 4 വർഷം കൊണ്ട് മാച്ച് ആയത്, കൊറോണയുടെ കുറച്ച് മാസങ്ങൾ നമ്മൾ വീട്ടിലിരുന്നല്ലോ, അതങ്ങ് ഒഴിവാക്കി. അടുത്ത 4 വർഷം കൊണ്ട് നമ്മൾ മാച്ച് ചെയ്തത് 10 കോടി. 10 കോടിയുടെ അടുത്ത് മാച്ച് ചെയ്തു. റൗണ്ട് പറഞ്ഞാണ് 10 കോടി അടുത്ത് മാച്ച് ചെയ്തു. ആലോചിച്ച് നോക്കി ബിസിനസിന്റെ മൾട്ടിപ്ലിക്കേഷൻ. അതാണ് നാളെ നിങ്ങളും എല്ലാവരും അനുഭവിക്കാൻ പോകുന്നത്. കുറേയധികം ലീഡേഴ്സ് വളരെ ശക്തമായിട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ അപ്ലൈൻ ആണെങ്കിലും, എന്നെ ശ്രമിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരും അപ്ലൈൻസ് ആണെങ്കിലും. ഇപ്പൊ ഏറ്റവും വലിയ അഭിമാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രൗൺ ഡയമണ്ട്ഷിപ്പിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മളെ മുബീർ മുഹമ്മദ് സാർ. ഞാൻ വരുമ്പോൾ അദ്ദേഹം ഡയമണ്ട് ആയിരുന്നു. നമ്മൾ അന്ന് തീരുമാനം എടുത്തത്, അന്ന് ഞാൻ ചെറിയൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, എന്നെ എപ്പോഴെങ്കിലും ഈ പേര് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഓർമ്മിക്കണം. അതിനുവേണ്ടി ഒറ്റ കാര്യമുള്ളൂ, പോയിട്ട് സെൽഫി എടുത്താൽ മാത്രമൊന്നും പോരാ, നമ്മൾ നേടണം. അല്ലെ, അത്രയും വലിയ ആള് നമ്മളെ പേരെന്ന് ഓർമ്മിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവണം. അദ്ദേഹം ഇന്ന് അമേരിക്കയിലാണ്. പക്ഷെ എനിക്ക് മെസ്സേജ് അയക്കാനും തിരിച്ച് റിപ്ലൈ ചെയ്യാനും അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റിയത് ഈ ബിസിനസ്സിൽ ഒന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടല്ലേ. ഒരു വാശി നമുക്ക് ഉണ്ടാവണം. അപ്പോ അങ്ങനെ പ്രവർത്തിച്ചപ്പോ 2,10,000 കിട്ടി. കൂടെ വന്ന കുറച്ച് ആളുകൾക്ക് 2,10,000 നേടാൻ വേണ്ടി കൂടെ നിൽക്കാൻ പറ്റി. ഞാൻ നേടിക്കൊടുത്തതൊന്നും പറയുന്നില്ല, കൂടെ നിൽക്കാൻ പറ്റി. കാരണം ഓരോരുത്തരും വിചാരിച്ചാലാണ് അവരവന് ഇതൊക്കെ കിട്ടുക. അങ്ങനെ നിൽക്കാൻ പറ്റി. അങ്ങനെ പിന്നെ അടുത്തൊരു ആഗ്രഹമായിരുന്നു കാറൊന്ന് മാറ്റണമെന്ന്. അങ്ങനെ ഇപ്പൊ യൂസ് ചെയ്യുന്നത് 2 കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഹോണ്ട ജാസ് അന്ന് വാങ്ങിയത്, 2 മഹീന്ദ്ര XUV700 2022 ജൂലൈ മാസം വാങ്ങിയത്. അപ്പോൾ അതുപോലെ തന്നെ വിദേശ യാത്രകൾ പോയി. അക്കൗണ്ടിൽ അത്യാവശ്യം വരുമാനങ്ങൾ വന്നു. ഞാൻ പറഞ്ഞല്ലോ, 1.25 കോടിക്ക് മുകളിൽ വരുമാനം വന്ന് നമ്മളത് ചെലവാക്കും. കുറെ കാര്യങ്ങൾ ചെലവാക്കി. അപ്പോൾ പിന്നെ വിദേശ യാത്രകൾ പോയി, 2 രാജ്യത്ത് പോയി. ഈ ബിസിനസ്സിലുള്ള നമ്മളെ കുറച്ച് ആളുകൾ കൂടി തായ്ലൻഡില്
യാത്ര പോയി. നല്ല രാജ്യമാണ്. ഹാപ്പിനെസ് ഇൻഡെക്സ് നമുക്കറിയാം. ഹാപ്പിനെസ് ഇൻഡെക്സ് ലോകത്തെ ആളുകൾ സന്തോഷിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്ന രാജ്യങ്ങൾ. നമ്മൾ ഇന്ത്യക്കാർ 126 മറ്റാണ്. തായ്ലൻഡ് എന്ന് പറയുന്ന രാജ്യം 45 റാങ്കിലാണുള്ളത്. അത്രയധികം ആളുകൾ സന്തോഷിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ പോയി നമ്മൾ എന്താണ് അത്രയധികം സന്തോഷം നമുക്ക് കിട്ടും. അതൊക്കെ ആഘോഷിക്കാൻ പറ്റി. ഫാമിലിയുടെ കൂടെ മലേഷ്യയിൽ പോകാൻ പറ്റി. ഇനിയും യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു ബൈക്ക് വാങ്ങിയിട്ട് EMI അടക്കാൻ പ്രയാസപ്പെട്ടിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം 2016 ഈ ബിസിനസ്സിൽ വന്ന അന്നെടുത്തൊരു തീരുമാനമാണ് നമ്മളെ ഇങ്ങനെ ആക്കിയെടുത്തത്. വേറെ കഴിവോ ഇതൊന്നുമല്ല. കഴിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിലും ആളുകളോട് സംസാരിക്കാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നില്ല. കൺവിൻസ് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നില്ല. ഒരാളോട് സംസാരിച്ച് തുടങ്ങണമെങ്കിൽ തന്നെ 10 മിനിറ്റ് വേണം എനിക്ക്. അങ്ങനെ ഈ ബിസിനസ്സിന് തീരെ പറ്റൂല എന്ന് പറഞ്ഞ ആളുകളാണ് എനിക്ക് ചുറ്റും ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, തീരുമാനം. ഒരാൾക്കും മാറ്റാൻ പറ്റാത്ത തീരുമാനം. പിന്നെ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും ആ പ്രവർത്തനത്തെ നമ്മളെ എങ്ങനെ മാറ്റണം അങ്ങനെ മാറ്റാൻ വേണ്ടി തയ്യാറായി. രാവിലെ എഴുന്നേറ്റേ പറ്റൂ. ഇത്ര മണി വരെ പ്രവർത്തിക്കണോ, ഇത്ര മണി വരെ പ്രവർത്തിച്ചേ പറ്റൂ. നാളെ സമയം നോക്കാതെ പണം കൈകളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇന്ന് സമയം നോക്കാതെ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാവണം. ഇന്ന് 4:30 വീട്ടിൽ കയറണം, 5 മണിയുടെ ബസ് പോയാൽ വീട്ടിൽ കയറാൻ പറ്റില്ല എന്നൊക്കെ ആലോചിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 2,17,000 നിങ്ങൾക്ക് കിട്ടാനും പോകുന്നില്ല. സമയം നോക്കാതെ പണിയെടുത്താൽ നാളെ സമയം നോക്കാതെ നമ്മുടെ കയ്യിലേക്ക് കാശ് വരും. നമ്മൾ ഓരോ സെക്കൻഡിനായിരിക്കും ലക്ഷങ്ങൾ വില ഉണ്ടാവുന്നത്. പല ലീഡേഴ്സും MI ലൈഫ് സ്റ്റൈലിൽ പറയുന്നുണ്ട്, ശനിയാഴ്ച രാവിലെ ഒന്ന് എഴുന്നേറ്റ് ഔട്ട്ലെറ്റ് അങ്ങ് തുറന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് വാഷ് ഔട്ടാ. കിട്ടേണ്ട 2,17,000 ബാക്കിയൊക്കെ പോലെ പോക്കാം. 2,17,000 ആഴ്ചയിൽ ഒരു ഐഡിയിൽ വരുമാനം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. അപ്പോഴാ 3, 5, 10 ഐഡിയിൽ വരുമാനം വാങ്ങുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ MI ലൈഫ് സ്റ്റൈലിൽ. അതുപോലെ ആവണമെന്ന് വിചാരിക്കും. ചെറിയ ചെറിയ ചിന്തകളൊക്കെ മാറ്റും. ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും അല്ല വേണ്ടത്. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമുക്ക് ചെറിയ പ്രവൃത്തിയെ കൊണ്ടുവരും, ചെറിയ നേട്ടങ്ങളെ ഉണ്ടാക്കും. വലിയ ആഗ്രഹങ്ങൾ വരുമ്പോഴാണ് വലിയ പ്രവൃത്തി ഉണ്ടാവുന്നത്. അപ്പോഴാണ് വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. റെഡിയല്ലേ? ആൾറെഡി എല്ലാവരും റെഡിയാണോ? 7 മണിയാവാറായി. ഞാൻ ഇനി നിങ്ങളെ കുറേ സമയമൊന്നും എടുക്കുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. വേറെ ട്രെയിനിങ് ആയിട്ടൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഈ ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതുവരെ നമ്മൾ ചെയ്ത പ്രവർത്തിക്ക് നമുക്കിന്ന് കിട്ടുന്നുണ്ട് റിസൾട്ട്. ഇപ്പോ നമുക്ക് സാഹചര്യങ്ങളൊക്കെ റെഡിയാണ്. പണ്ട് സ്റ്റോറില്ല, GTS സെന്റർ ഇല്ല, സപ്പോർട്ട് ഇല്ല എന്നൊക്കെ പറയുന്ന സ്ഥാനത്ത് ഇന്ന് സ്റ്റോറുണ്ട്. ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ സ്റ്റോറുണ്ട്, പ്രോഡക്റ്റ് എത്തിക്കാൻ ലീഡേഴ്സ് ഉണ്ട്, GTS സെന്ററുകളുണ്ട്, FSS സെന്ററുകളുണ്ട്, ഇഷ്ടം പോലെ സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്. പക്ഷെ പല ആളുകളും മെല്ലെ ചെയ്യുന്നുള്ളൂ. സ്പീഡിൽ ചെയ്യാൻ തയ്യാറാവുക, എത്രയും ഫാസ്റ്റ് ആയിട്ട് നേടണം എന്നുള്ളൊരു ആവേശത്തോടു കൂടി ചെയ്യാൻ തയ്യാറാവുക. വരുന്നത് നെക്സസ് ആണ്. നെക്സസ് പ്രോഗ്രാമിലെ ടിക്കറ്റ് ഒക്കെ എല്ലാവരും എടുത്തോ. അതിന് തലേദിവസം പോയി കഴിഞ്ഞാൽ കിട്ടുമെന്നില്ല. എമ്പുരാൻ സിനിമ കാണാൻ ടിക്കറ്റ് എടുക്കാൻ വലിയ തിരക്കായിരുന്നില്ല കുറേയൊക്കെ. അതിന്റെ ഒരു 10-1 തിരക്കെങ്കിലും നെക്സസ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കാണിക്കാം കേട്ടോ. അപ്പോ സിനിമ കണ്ട് അവർ ലാഭം ഉണ്ടാക്കി നമുക്ക് മറന്നു കിട്ടാനൊന്നുമില്ല. ഒരു 3 മണിക്കൂറത്തെ എന്റർടൈൻമെന്റ് കഴിഞ്ഞ്. പക്ഷെ നെക്സസിന്റെ ടിക്കറ്റ് എടുത്താൽ പിന്നെ അവിടുന്ന് പിന്നെ ബ്ലാക്കിലൊന്നും കിട്ടൂല. കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ്. ഇപ്പൊ പിന്നെ കരഞ്ഞു വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ലീഡർ കുറ്റം പറഞ്ഞൊന്നും ഒരു കാര്യമില്ല. അന്ന് ആ സമയത്ത് ഒന്ന് ഉറക്കെ പറഞ്ഞിരുന്നെങ്കിൽ ലീഡർ പറഞ്ഞൊന്നും ഒരു കാര്യമില്ല. ഇന്ന് അത് പറയുന്നത് കേട്ട് ഇന്ന് തന്നെ നെക്സസിന്റെ ടിക്കറ്റ് എടുക്കാനും ആ പ്രോഗ്രാമിന് വേണ്ടി തയ്യാറെടുക്കാനും നമ്മൾ തയ്യാറാവാം. റെഡിയാണോ എല്ലാവരും? ടിക്കറ്റ് എടുത്തോ? തീർന്നിട്ടൊന്നും പറഞ്ഞ കാര്യമില്ല. എല്ലാവരും എൻ്റെ ടീമിൽ നിന്നൊക്കെ കുറേ ആളുകൾ എടുക്കുന്നുണ്ട്, പല ആളുകൾ എടുക്കുന്നുണ്ട്. ടിക്കറ്റ് തീർന്നിട്ട് അന്നേരം ഒരാളുണ്ട് അല്ലെ, സ്വന്തം ടിക്കറ്റ് പോലും എടുക്കാത്ത റാങ്ക് അച്ചീവേഴ്സ് പോലും ഉണ്ടാവും. അതൊരിക്കലും ഉണ്ടാവരുത്. ഇന്ന് തന്നെ നിങ്ങളുടെ അപ്ലയൻസിന്റെ ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നെക്സസിന് വേണ്ടി തയ്യാറെടുക്കുക, മത്സരിക്കാൻ തയ്യാറാവുക. ഓക്കെ. അപ്പൊ നെക്സസിന് എങ്ങനെ പോകണം? ബസ്സിൽ ആരൊക്കെ അവസാന നിമിഷം എങ്ങനെയെങ്കിലും തള്ളി പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. പ്രത്യേകിച്ച് വെക്കേഷനാണ്. ട്രെയിനിലൊക്കെ സീറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പോകുന്നതും വരുന്നതും പ്രയാസം മുൻകൂട്ടി മനസ്സിലാക്കുക. അതിന്റെ തയ്യാറെടുപ്പുകളൊക്കെ എടുക്കണം. റെഡി? കൂടുതൽ പറയുന്നില്ല. വലിയ സ്വപ്നങ്ങൾ നേടേണ്ട ആളുകളാണ്.
കുറെ രാജ്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വർഷം ഒരു രാജ്യത്ത് പോയാൽ നമ്മൾ ഇനി 30 വർഷം കൊണ്ട് പോകാൻ പോകുന്നത് 30 രാജ്യമാണ്. ലോകത്ത് 190 രാജ്യമുണ്ട്, അതിന് മുകളിലുണ്ട്. ഇവിടെയൊക്കെ പോകണം. അതിനൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ വേഗം വേഗം കാര്യങ്ങളാണ്, സ്പീഡ് കാര്യങ്ങൾ നടക്കണം. അതിന് ഇടിച്ചു നിൽക്കണം, എക്സൈറ്റ്മെന്റിൽ പ്രവർത്തിക്കണം. സ്വപ്നങ്ങൾ ഉള്ളവന് മാത്രമേ എക്സൈറ്റ്മെന്റ് ഉള്ളൂ. സിമ്പിൾ കാര്യം പറയാം. ഇന്ന് ഈ മീറ്റിംഗ് വിളിച്ചു ചേർത്തപ്പോൾ കുറെ ആളുകൾക്ക് ഒരു ആവേശമൊക്കെ കുറവൊക്കെ ഉണ്ടാവാം. കാരണം രാവിലെ എഴുന്നേക്കണ്ടേ, മീറ്റിംഗിന് കയറണ്ടേ, അങ്ങനെ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. സിമ്പിൾ ആയിട്ടുള്ള കാര്യം ചോദിക്കാം. ഇന്ന് രാവിലെ നമ്മൾ ടൂർ പോകുന്നു, ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ, ഇഷ്ടപ്പെട്ട സ്ഥലത്ത്, ഇഷ്ടപ്പെട്ട വാഹനത്തിൽ നല്ല അടിപൊളിയായിട്ട് ടൂർ പോകുന്നു. രാവിലെ എഴുന്നേക്കാൻ ആരെങ്കിലും വിളിക്കണോ? വേണ്ട. രാത്രി നിങ്ങൾ 2 മണിക്ക് കിടന്നുറങ്ങിയാലും രാവിലെ 4 മണിക്ക് നമ്മൾ എഴുന്നേക്കും. ചിലപ്പോൾ കിടന്ന ഉറക്കം വരില്ല. അങ്ങനെ ത്രസിപ്പിക്കുന്നതാണോ നിങ്ങളെ ഓരോ ദിവസവും? അത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. അങ്ങനെ നിങ്ങളെ ത്രസിപ്പിക്കുന്നതായിരിക്കണം. അതിനാണ് നമ്മൾ സ്വപ്നം കണ്ട് ബിസിനസ് ചെയ്യണമെന്ന് പറയുന്നത്. പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യരുത്, പ്രശ്നങ്ങൾ കൂടും. അങ്ങനെ സ്വപ്നം കണ്ട് പ്രവർത്തിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് നെക്സസ് പ്രോഗ്രാം ശക്തമായിട്ട് ഉപയോഗിക്കാൻ എല്ലാവർക്കും പറ്റണം. ആ നെക്സസ് പ്രോഗ്രാമിന് വേണ്ടി തയ്യാറെടുപ്പ് ഇപ്പോഴേ തുടങ്ങണം. ഇന്ന് മുതൽ തുടങ്ങണം. ടിക്കറ്റ് എടുക്കാത്തവർ ഇന്ന് രാവിലെ തന്നെ ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത്. കാരണം നിങ്ങൾക്ക് 2,14,000 ഒരിക്കൽ കിട്ടിയാൽ പോലും നിങ്ങൾ ഈ ചെലവാക്കിയതിനൊക്കെ തിരിച്ചു കിട്ടും. ആണല്ലോ. ഒരു 10 പ്രാവശ്യം കിട്ടിയാലോ കാര്യം റെഡി. പിന്നെ കിട്ടുന്നൊക്കെ ആഘോഷിക്കാനുള്ളതാ. ആഘോഷിച്ചിട്ട് മുമ്പോട്ടേക്ക് പോവുക. പക്ഷെ അതിൽ ഇന്ന് എഫേർട്ട് ഇടേണ്ടി വരും. ഇന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭാവിയിൽ രക്ഷപ്പെടുന്നുള്ള കാര്യം മനസ്സിലാക്കുക. കൂടുതലൊന്നും പറയുന്നില്ല. എനിക്കിനിയും കുറേ ആഗ്രഹങ്ങളുണ്ട് ലൈഫിൽ. നമ്മൾ മനസ്സിലാക്കുക, ഡയറക്റ്റ് സെല്ലിങ് പോലെ നമുക്ക് എത്രത്തോളം വേണോ. ഞാൻ പറഞ്ഞു, ആദ്യത്തെ 4 വർഷം കിട്ടിയത് 1 കോടി ടേൺ ഓവർ മാച്ചിങ്. അടുത്ത 4 വർഷം കിട്ടിയത് അടുത്ത 10 കോടി എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ ബിസിനസിന്റെ ലെവൽ എത്രത്തോളം മാറുന്നുണ്ട്. അപ്പൊ അത്രയും അധികം വളർച്ചാ നിരക്ക് കാണിക്കുന്ന ഇൻഡസ്ട്രി കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൽ ഇപ്പോൾ ഓൾറെഡി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രീന്റെ മോണിറ്ററിംഗ് മെക്കാനിസം ഒക്കെ വന്നു. നമ്മളിപ്പം പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് മണി ചെയിനെ പിടിച്ച് ഡയറക്ട് സെല്ലിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി അടക്കം ഗവൺമെന്റ് കൊണ്ടുവന്നു. ഇനിയും ചെയ്തില്ലെങ്കിൽ നമുക്കാണ് പ്രശ്നമുള്ളത്. അപ്പൊ ഇന്ന് മുതൽ പ്രവർത്തിക്കുക. ആവേശം വരണം എന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഫയർ ഉണ്ടാവണം. അപ്പോൾ ആളുകളും വരും, ആളുകൾ ഏറ്റെടുക്കും, ടീമും വരും. പല ജില്ലകളിലും പല സംസ്ഥാനങ്ങളിലും ടീമുള്ള ഒരു വ്യക്തിയാവും. പണ്ട് നമ്മൾ അപ്ലൈൻ പ്രൊസസ്സറൊക്കെ പറയും, ഇന്ന സംസ്ഥാനത്ത് നിന്ന് ഒരു പേസ്റ്റ് വാങ്ങി അദ്ദേഹത്തിന് ഇത്ര വരുമാനം കിട്ടുമെന്ന് പറയുമ്പോൾ ഞാനൊക്കെ അന്ന് ആശ്ചര്യപ്പെട്ടിരുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, എനിക്ക് കന്നഡ അറിയില്ല, പക്ഷെ ഏകദേശം 2 കോടിക്ക് അടുത്ത് ടേൺ ഓവർ ഇന്ന് കർണാടക സംസ്ഥാനത്ത് നിന്ന് എനിക്ക് കിട്ടി. അതിന്റെ വരുമാനം കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറ്റും എന്ത് പറ്റൂല എന്നല്ല, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ പറ്റുന്നത് പോലെ ഇന്ന് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. റെഡിയല്ലേ? ആരും റെഡി? അപ്പോൾ GTSലാണെങ്കിലും ഏത് മീറ്റിങ്ങിനാണെങ്കിലും ആവേശത്തോടു കൂടി പങ്കെടുക്കാനും ടീമിനെ പങ്കെടുപ്പിക്കാനും തയ്യാറാവുക. എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം പ്രവർത്തിച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. എഴുതിയെടുത്ത കാര്യങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുപോകാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും തയ്യാറാവുക. സ്വപ്നങ്ങൾ കണ്ടതൊക്കെ മടക്കി വെച്ചതൊക്കെ എടുത്ത് പുറത്തേക്ക് എടുത്ത് ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും പ്രവർത്തിക്കാൻ തയ്യാറാവുക. നെക്സസ് പ്രോഗ്രാം അതിനുവേണ്ടി ഉപയോഗിക്കാൻ തയ്യാറാവുക. നിങ്ങളുടെ അപ്ലയൻസ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുക. അവരെക്കാളും വലിയ സ്വപ്നങ്ങൾ കാണാനും അവർക്ക് മുമ്പ് റാങ്കിലെത്താനും വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുക. ഓക്കെ, ഇവിടെ നാഷണൽ ടീം കോർഡിനേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ മുകളിലേക്ക് റാങ്കിലുള്ള ലീഡേഴ്സ് ഉണ്ട്. അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും. ആരും ചവിട്ടി തത്താൻ നിൽക്കൂല ഈ ബിസിനസ്സിൽ. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാവുക. ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് വലിയ അച്ചീവ്മെന്റിലേക്ക് എത്തുന്ന വ്യക്തികളായിട്ട് എല്ലാവർക്കും മാറാൻ സാധിക്കണമെന്ന് ആശംസിക്കുന്നു.